ഷെഫ് നല്ലാൻ വൈറലാക്കിയ പാവയ്ക്ക റെസിപ്പി നോക്കാം. മീൻ കട്ട് ചെയ്യുന്ന മീനിന്റെ ഷേപ്പിൽ നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്ത് വെക്കുന്നു. ഇതിന്റെ അകത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നു. എന്നിട്ട് നമ്മളൊന്ന് ചതയ്ക്കുന്നു. പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മളൊന്ന് എന്തേലും വെച്ചൊന്ന് ബലം കൊടുത്ത് അതിനെ ഒന്ന് ചതച്ചെടുക്കുന്നു. ഇനി നമുക്കിതിനെ ഉപ്പ് പുരട്ടി വെക്കാം. ഉപ്പ് പുരട്ടി വെക്കുമ്പോൾ അതിന്റെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാൽ കയ്പ്പ് കുറച്ചും കൂടെ കുറഞ്ഞ് കിട്ടിക്കോളും. അപ്പം നമ്മളിതിൽ ഉപ്പ് പുരട്ടി കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. നിങ്ങൾ ഫിഷ് വറക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മസാലകളൊക്കെ ഇടാം. ഞാനിവിടെ മഞ്ഞപ്പൊടിയും, മുളക് പൊടിയും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാം, വിനാഗിരി ഒഴിക്കാം. ഇത്രയും സാധനങ്ങൾ ഉപ്പും കൂടെ കൂട്ടി ഉപ്പ് നമ്മൾ ആദ്യം വെള്ളം പിഴിയാൻ വേണ്ടി ആഡ് ചെയ്തുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. പിന്നെ ഫിഷ് മസാല കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നു. അതിന് മുന്നേ നമുക്ക് വെള്ളം പിഴിയണം. വെള്ളം പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മസാല പുരട്ടാം. മസാല പുരട്ടി വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറച്ച് വേഗം മസാല പിടിക്കും. കറിവേപ്പില വേണ്ടവർക്ക് കറിവേപ്പില ഇടാവുന്നതാണ്. നമ്മളൊരു 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് വറക്കാം. സാധാ മീൻ വറക്കുന്ന പോലെ തന്നെ പാൻ ചൂടാകാൻ വെച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെക്കണം. ഇത് അവസാനം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലൊഴിച്ച് കൊടുക്കാനാണ്. തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ട് കൊടുക്കുക. അധികം ഫ്ലെയിം വെക്കരുത്. കാര്യം വേഗം കരിഞ്ഞു പോവും. അപ്പോൾ സിമ്മിലിട്ട് നമ്മൾ കുറച്ച് നേരം അത് ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചും എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ഒരു ഫ്രൈ ആയി എന്ന് കണ്ട ശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുടംപുളി പിഴിഞ്ഞൊഴിക്കുന്നു. കുടംപുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾക്ക് അത്യാവശ്യം വേവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം. കഴിച്ചു നോക്കിയിട്ട് വിചാരിക്കുന്ന അത്ര പ്രശ്നമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കയ്പ്പായിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷേ ഇത് ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.